ഹായ്, ഇന്ന് പഴം വെച്ചിട്ട് നല്ല എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയൊരു സ്നാക്കാണ് കേട്ടോ കാണിക്കുന്നത്. അതിനായിട്ട് ഞാൻ 2 നേന്ത്രപ്പഴം ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് തേങ്ങാക്കൊത്തും കൂടെ ഒന്ന് ചെറുതായിട്ട് നുറുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പാൻ ചൂടാക്കിയെടുത്ത് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കുക. തേങ്ങാക്കൊത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അത്രയും എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ അത്രയും എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതൊന്ന് ചൂടായിട്ട് നല്ലൊരു ബ്രൗൺ കളറായി വരുന്നുണ്ട്. ഈ ടൈം ആകുമ്പോൾ നമുക്കൊന്ന് എണ്ണയിൽ നിന്ന് കോരി മാറ്റി വെക്കാം കേട്ടോ. എന്നിട്ട് വീണ്ടും ഈ പാനിൽ തന്നെ കുറച്ചും കൂടെ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് നമ്മളിപ്പോൾ നുറുക്കി വെച്ചിട്ടുള്ള 2 പഴം കൂടെ ചേർത്ത് കൊടുക്കുക. പഴം മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കണേ. അത്യാവശ്യം നല്ല പഴുത്ത പഴമാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് വാടിയിട്ട് കിട്ടും. ഈ ടൈമിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലക്ക പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതിവിടെ നിന്ന് വാടി വരട്ടെ. ആ ടൈമിൽ നമുക്ക് ശർക്കരയൊന്ന് ഉരുക്കിയിട്ടെടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരു 3 അച്ച് ശർക്കര ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഉരുക്കിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പഴം അത്യാവശ്യം തന്നെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. കളറൊക്കെ മാറി ഒരു നല്ല യെല്ലോ കളറായിട്ടുണ്ട്. ഈ ടൈമിൽ നമ്മൾ ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കര പാനി മുഴുവനായിട്ടും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണേ. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനിയിപ്പോൾ ഈ ശർക്കരയിൽ ഈ പഴം നന്നായിട്ടൊന്ന് മിക്സായിട്ട് ഒന്ന് വറ്റി വരണം കേട്ടോ. പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് കിട്ടും. പഴം ശർക്കരപ്പാനി പെട്ടെന്ന് തന്നെ കുടിച്ച് വറ്റിച്ചിട്ടെടുക്കുമല്ലോ. അപ്പോൾ ഇത് ഏകദേശം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഈ ടൈമിൽ നമുക്കിതിലേക്ക് 2 ടീസ്പൂണ് റവയും 2 ടീസ്പൂണ് അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. നമ്മൾ സാധാരണ പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന അരിപ്പൊടിയാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം. തീ ഈ ടൈമിലൊരു മീഡിയം ലോ ടു ഫ്ലെയിമിലിട്ട് വെക്കണേ. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്നൊരു അടി പിടിച്ചിട്ട് പോകും. അപ്പോൾ ഈ അരിപ്പൊടിയും റവയും കൂടി ചേർക്കുമ്പോൾ ഇതൊരു വേറെ ടെക്സ്ചറായിട്ട് വരും കേട്ടോ. നല്ല തിക്കായിട്ട് വരും. ആ ലൂസുള്ള കൺസിസ്റ്റൻസി എന്നൊക്കെ മാറിയിട്ട് അത്യാവശ്യം നമുക്കൊന്ന് കയ്യിലൊക്കെ ഒന്ന് ഉരുട്ടി പിടിക്കാൻ പറ്റിയ സ്റ്റേജിൽ വരും കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ച തേങ്ങാക്കൊത്തും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതിനൊപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ നട്ട്സും കൂടെ വറുത്തിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ തേങ്ങാക്കൊത്ത് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് നമ്മൾ വാഴയിലയിലാണ് ഇത് ശരിക്കും ചെയ്തെടുക്കേണ്ടത്. അപ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുക. വാഴയിലയുടെ ഫ്ലേവറും കൂടെ വരുമ്പോൾ കേട്ടോ. എനിക്കിവിടെ വാഴയില അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഈ അലുമിനിയം പേപ്പറാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് നമ്മളൊന്ന് മടക്കി എടുത്തിട്ട് ആവിയിൽ വേവിച്ചിട്ടെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആകൃതിയിൽ ഇത് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഈ ആകൃതിയിൽ ചെയ്തു എന്നേ ഉള്ളൂ. ബോൾസായിട്ടോ അല്ലെങ്കിൽ ചതുരത്തിലോ എങ്ങനെ വേണമെങ്കിലും മടക്കിയിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാം ഇതുപോലെ തന്നെ ഒന്ന് തയ്യാറാക്കിയിട്ടെടുക്കുന്നുണ്ട്. ഇപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇങ്ങനെ മടക്കിയിട്ടെടുക്കാൻ പറ്റും. ഒന്നും ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല. അത്യാവശ്യം എല്ലാം നമുക്ക് കറക്റ്റ് പാകത്തിന് തന്നെ ആയിരിക്കും ഇതിൻ്റെ ചേരുവകളൊക്കെ കേട്ടോ. അപ്പോൾ ഞാനിവിടെ ചെമ്പിൽ കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ടെടുത്തിട്ടുണ്ട്. ഇനി ഓട്ടപാത്രം അതിന് മുകളിൽ വെച്ചിട്ട് നമ്മൾ മടക്കി വെച്ച അടകൾ ഓരോന്നും ഒന്ന് ആവി കയറ്റിയെടുക്കുന്നുണ്ട്. ജസ്റ്റ് 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ആയി കിട്ടും കേട്ടോ. അപ്പോൾ എൻ്റെ ഇതിവിടെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ. എന്നാൽ തുറന്ന് നോക്കുമ്പോൾ ഉള്ളിലേക്ക് അത്യാവശ്യം നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ അത്യാവശ്യം നല്ല ചൂടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ ഒന്നും കൂടി ചൂടൊക്കെ പോയി കഴിഞ്ഞാൽ അത്യാവശ്യം കുറച്ചൊരു ഉറപ്പോട് കൂടിയാണ് കേട്ടോ അതുണ്ടാവുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണേ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു പലഹാരം കൂടിയാണ് കേട്ടോ. അപ്പോൾ ബൈ.